സന്തോഷേനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത് ജേർണലിസം പഠിച്ച് ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ആ സ്ത്രീയാണോ ഈ തളച്ചി? അയ്യോ, അത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പിശാച. നമസ്കാരം. സാറിന്റെ വലിയൊരു ആരാധികയാണ് ഞാൻ. അതിന് ഞാൻ എന്ത് വേണം? സാറിന്റെ ഷോസ് ഒക്കെ ഞാൻ എന്റെ ഡിഗ്രി ഫൈനൽ ഇയർ തൊട്ട് കാണുന്നതാണ്, 2004 തൊട്ട്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ സാറിന്റെ കടുത്ത ആരാധികയാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, സാറിനോട് എനിക്ക് കാണുമ്പോ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ, ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. എനിക്ക് ചെറിയ ചാനലൊക്കെ ഉണ്ട്. ഞാനൊരു വലിയ സംഭവം അല്ലേ? ഇപ്പൊ കഴിക്കുമ്പോഴായാലും സ്കൂളിലായാലും എന്ത് കാര്യത്തിന് കുഞ്ഞുങ്ങൾ മൊബൈൽ വെച്ചിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഒരു റീഡിങ്ങിന്, അതായത് നമ്മൾ പുസ്തക വായന കുറവായതുകൊണ്ടാണോ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇതിലേക്ക് മാറുന്നതെന്ന് സാറിന്റെ ഒരു അഭിപ്രായം എന്താ? അത് നിങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് അല്ലെങ്കിൽ എന്റെ ബാല്യകാലത്തും ഒക്കെ പുസ്തക വായനയായിരുന്നു പ്രധാന വിനോദം. സ്വാഭാവികം. ഓഡിയോയും വീഡിയോയും വായനയും പടം കാണലും സിനിമ കാണലും ട്രോളുകളും ഈ മൊബൈൽ ഫോണിൽ ഇതെല്ലാം കിട്ടും. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. ഒക്കെ ആയിട്ട് ഏറ്റവും ആസ്വാദ്യമായ സാധനം അതല്ലേ? ഏറ്റവും ആസ്വാദ്യമായ ഒരു സാധനം കയ്യിലിരിക്കെ അത്ര ആസ്വാദ്യം അല്ലാത്ത ഒന്നിന്റെ പുറകെ ആരെങ്കിലും പോകും? അതല്ല ഉദ്ദേശം, മാറി. ഇന്റർനെറ്റിന്റെ യുഗത്തിലും സോഷ്യൽ മീഡിയയുടെ യുഗത്തിലും മനുഷ്യന്റെ ജീവിത ശൈലിയും ടൈം ടേബിളും എല്ലാം മാറി. തിരിച്ചങ്ങോട്ട് പോക്കൊന്നും നടക്കില്ല. പോത്തിനോടാണോ വേദം ഓതുന്നത്? നിർബന്ധിച്ചാലും പോവോ? പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ എത്ര കാലം? ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അപ്പൊ എന്റെ വിത്തി കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല. സമൂഹത്തിലെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമല്ലോ. 70 വർഷം മുമ്പത്തെ സാഹചര്യത്തിൽ ജീവിച്ച പോലെ ഇന്നത്തെ മനുഷ്യർ ജീവിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? വീട്ടിൽ എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനനുസരിച്ചാണോ ജീവിച്ചേ? അല്ല പിന്നെ നിങ്ങളുടെ മക്കൾ അങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി. ഓക്കെ, ബൈ. പോയിട്ട് വരാം.